കഴിഞ്ഞ രണ്ടാഴ്ചയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് നടനും അവതാരകനുമായ രാജേഷ് കേശവ്. ലെജൻഡറി മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സുരേഷ് ഗോപിയുടെയും കൂടെയെല്ലാം നിരവധി വേദികൾ പങ്കിട്ടിട്ടുള്ള രാജേഷ് അപ്രതീക്ഷിതമായാണ് ആശുപത്രി കിടക്കയിലായത്. രണ്ടാഴ്ച മുമ്പ് ഒരു വേദിയിൽ നിറസാന്നിധ്യമായി നിൽക്കെ കുഴഞ്ഞു വീഴുകയായിരുന്നു അദ്ദേഹം. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നടൻ അഷ്റഫ് ഗുരുക്കൾ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നടനും അവതാരകനുമൊക്കെയായ രാജേഷ് കേശവിനെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അദ്ദേഹം ഇംഗ്ലീഷിൽ ഒക്കെ എന്നോട് വല്ലതും ചോദിക്കുമോ എന്നായിരുന്നു ആ ഭയം. ഒരു തവണ കണ്ടാൽ ഒന്ന് പരിചയപ്പെട്ടാൽ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല രാജേഷിന്റെ ആ ചിരിയും ആ ശബ്ദവും ആളുകളുമായിട്ടുള്ള ഇടപഴകലും. രാജേഷിനെ ഒന്നുണർത്താൻ ശബ്ദ സന്ദേശം വരെ അയച്ചു കഴിഞ്ഞു ലാലേട്ടനും സുരേഷ് ഏട്ടനും എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചറിഞ്ഞു. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും. ഞാൻ ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിനെ ലാൽ സാറുമായിട്ടുള്ള പരിപാടിയിൽ പരിചയപ്പെട്ടത്. ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു രാജേഷിനെ അദ്ദേഹം ഇംഗ്ലീഷിലൊക്കെ എന്നോട് വല്ലതും ചോദിക്കുമോ എന്ന്. ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ പേഴ്സണലായിട്ട് പറഞ്ഞു, രാജേഷ് ജി എന്നോട് ഇംഗ്ലീഷിലൊന്നും ചോദിച്ചു കളയരുത്, കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന്. അത് കേട്ടതും വലിയ ആത്മധൈര്യം തരുന്ന ഒറ്റ ചിരിയിൽ എന്നെ സമാധാനിപ്പിച്ചു. രാജേഷ് സുഖമായി വരുന്നു എന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം. എത്രയും വേഗം അദ്ദേഹം പഴയ നിലയിലേക്ക് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് അഷ്റഫ് ഗുരുക്കൾ കുറിച്ചത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ രാജേഷ് തന്റെ ഇഷ്ടമേഖലയ്ക്കു വേണ്ടി ആ രംഗത്തെ ജോലി രാജിവെച്ചാണ് അവതാരക രംഗത്തേക്ക് എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം പ്രാർത്ഥനയിലാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് പ്രതാപ് പങ്കിടുന്ന മെഡിക്കൽ അപ്ഡേറ്റുകളിലൂടെയാണ് രാജേഷ് കേശവിന്റെ ആരോഗ്യ വിവരങ്ങൾ ഇപ്പോൾ ആരാധകർ അറിയുന്നത്. ഇക്കഴിഞ്ഞ 24-ാം തീയതിയാണ് ഒരു പരിപാടിയിൽ നിൽക്കവേ അദ്ദേഹം വേദിയിൽ കുഴഞ്ഞു വീണത്. ഹൃദയാഘാതമായിരുന്നു അദ്ദേഹത്തിന് സംഭവിച്ചത്. 47 വയസ്സുകാരനായ രാജേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള കഠിന പരിശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തുന്നത്. അതിനിടെ ദിവസങ്ങൾക്ക് മുമ്പ് രാജേഷിന് ട്രാക്കിയോസ്റ്റമി എന്ന ചികിത്സാ രീതി ചെയ്തിരുന്നു. ട്രാക്കിയോസ്റ്റമി എന്നാൽ മൂക്കിലൂടെ ശ്വാസമെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കഴുത്തിൽ ദ്വാരമിട്ട് അതിലൂടെ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിനെയാണ് ട്രാക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് രാജേഷിന് ട്രാക്കിയോസ്റ്റമി ചെയ്തത്. കഴുത്തിന് മുൻഭാഗം തുറന്ന് അതിലൂടെ വിൻപൈപ്പിട്ട് ശ്വാസോച്ഛ്വാസ വഴി സൃഷ്ടിക്കുന്നതാണ് ട്രാക്കിയോസ്റ്റമി. പതുക്കെ പതുക്കെ വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ചികിത്സയ്ക്ക് ശ്രമിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.